ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്കെതിരെ അതിന് ശക്തി പോരാ എന്നൊരു വിമർശനം പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉന്നയിക്കുകയാണ്. അത് എല്ലാ നേതാക്കൾക്കും ഉള്ളതല്ല ആ വിമർശനം. അത് പി ജെ കുര്യൻ ഉന്നയിച്ചതാണ്, സതുദ്ദേശപരമാണ് തുടങ്ങിയ പല വിശകലനങ്ങളും വരികയും ചെയ്യുന്നു. ഇപ്പോൾ രണ്ടോ മൂന്നോ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെല്ലാം നമുക്കറിയാവുന്നതാണ് യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് എന്നുള്ളത്. പാലക്കാട്ടാവട്ടെ, നിലമ്പൂരാകട്ടെ, എല്ലാ ഇടങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാശേഷിയും എത്തുകയും കൈമയും മറന്ന് പ്രവർത്തിക്കുകയും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഈ പോയ കാലത്തെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഐക്യ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ഈ അവരുടെ ഒരു യൂത്ത് കേഡർ പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാവുകയും പുതിയ കാലത്തിന് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് അനുകൂലമാണ്, നമുക്ക് അനുകൂലമാണ് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ എന്ന് അവർ പരമാവധി സംസാരിക്കാൻ, പരമാവധി ആളുകളോട് സംവദിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അവരവകാശപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ്. അവിടേക്കാണ് ഇതാ വരുന്നത്. യൂത്ത് കോൺഗ്രസ് പോരാ, അവരുടെ സമരങ്ങൾ പോരാ, അവരുടെ ക്ഷുഭിത യൗവനങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ വരുന്നത്. അതൊരു യുവജന സംഘടനയെ ആ തരത്തിൽ അങ്ങനെ അടച്ചു കാണേണ്ടതുണ്ടോ? ഒന്ന് മാധു പറഞ്ഞു തുടങ്ങിയ ഉദാഹരണത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു യുവജന സംഘടനയുടെ അസ്തിത്വം എന്നുള്ളത്, അവരുടെ റിലവൻസ് എന്നുള്ളത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ മെനക്കെട്ടുവോ ക്യാമ്പയിനിങ് നടത്തിയോ എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ വെറും പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക്, എലക്ഷൻ പൊളിറ്റിക്സിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യൂത്ത് കോൺഗ്രസ് അതിൻ്റെ ആളുകളോട് പറയുന്നത് നമ്മൾ പാലക്കാട്ടും പുതുപ്പള്ളിയിലും നിലമ്പൂരിലൊക്കെ നല്ലോണം അധ്വാനിച്ചല്ലോ, അതുകൊണ്ട് നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അവരുടെ പറയലിന് ഭയങ്കരമായൊരു കുഴപ്പമുണ്ടെന്ന് പറയും ഞാൻ. പി ജെ കുര്യൻ പറഞ്ഞത് സത്യമാണ്. അതായത് അതേ ഉദാഹരിച്ചത് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തിയ സമരത്തെ ഉദാഹരിച്ചുകൊണ്ടാണ്. അത്ര ഉഷാറിൽ എന്താ പറയുക യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അതിനെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീക്ക് ചെയ്യപ്പെട്ട വീഡിയോയിൽ രാഹുൽ പറയുന്നത് ശരിയായി, ഇതൊരു സതുദ്ദേശത്തോടെയുള്ള പറച്ചിലല്ല, അങ്ങനെയാണെങ്കിൽ കമ്മിറ്റിയിലാണ് പറയേണ്ടത്, പൊതുവേദിയിലല്ല എന്നുള്ളത്. പക്ഷേ പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടത്തിലും വിട്ടുപോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ പറയാം ആൾക്കാരെടുക്കുക എപ്പോഴാണ് ഫ്ലുവൻസി ഉണ്ടാവുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാക്കുകൾ കിട്ടുക എപ്പോഴാണ്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കരുത്തുണ്ടാവുക എപ്പോഴാണ്, നമ്മുടെ ആലോചനകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ്, നമുക്ക് നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വളവള പറയാനേ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസ് കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേ തല്ല് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സംഗതി തീർത്തും അപലപനീയമായ കാര്യം ഉണ്ടായിട്ടില്ല. നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ പിണറായി വിജയൻ 1ാം ടേമിന്റെ ഭാഗമായിട്ട് കുറേ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു പ്രശ്നം എന്നറിയോ? ഈ സമരങ്ങളിൽ ഒന്നും തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ സ്വപ്ന സുരേഷ് പറയും ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പം തൊട്ട് സമരത്തിന് ഇറങ്ങുകയാണ് ഇവർ. ഒരു സമരവും ലോജിക്കലായിട്ടോ ഫാക്ച്വലായിട്ടോ പൊളിറ്റിക്കലായിട്ടോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്. ഇതാ പ്രശ്നം. എന്തുകൊണ്ടാണ് പുതിയ ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ ഫയലുകളിൽ ക്രമവിരുദ്ധമായി ഇടപെടുമ്പം SFIക്ക് കൃത്യമായിട്ട് സമരം ചെയ്യാൻ പറ്റുന്നത്? SFIക്ക് അതിലൊരു കൃത്യമായ നിലപാടുണ്ട്, DYFIക്ക് അതിലൊരു നിലപാടുണ്ട്. സംഘപരിവാർ ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കുകയാണ്, ഞങ്ങൾ അതിനെ തടയും. ഈ പ്രശ്നത്തിൽ അതിനു മുൻപ് വിവിധ ഇടങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോഴടക്കം വലിയ തോതിൽ, അല്ലെ, നമുക്ക് ഓർമ്മയുണ്ട്, താങ്കളുടെ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന ബാനർ എഴുതി വെച്ച സമരങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ അങ്ങ് പറയുന്നു ഈ കാര്യത്തിൽ എന്തുകൊണ്ട് KSU സമരത്തിന് ഇറങ്ങുന്നില്ല, എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ളത്. ഈ സംഘപരിവാറിനും ഗവർണർക്കും എതിരെ അല്ലാതെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതിലും യൂത്ത് കോൺഗ്രസും KSU മാത്രം സമരം നടത്തുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, കീമുമായി ബന്ധപ്പെട്ട്, ഇതിലൊക്കെ SFI സമരത്തിന് ഇറങ്ങുന്നുണ്ടോ? അല്ല, വേറെ പ്രശ്നമുണ്ട്. ഇത് രണ്ട് സമരങ്ങളാണ്. നമ്മൾ കൃത്യമായി പറഞ്ഞ പാർലമെന്ററി സമരങ്ങളും പൊളിറ്റിക്കൽ സമരങ്ങളും. കീമുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ ഒരു സാങ്കേതികമായ നിയമപരമായ പ്രശ്നമുണ്ട്, നിയമപരമായ ഒരു പ്രശ്നമുണ്ട്, പൊളിറ്റിക്കലായ പ്രശ്നമില്ല. നല്ല തീരുമാനമാണത്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന സമരവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറെ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നുള്ള ഭരണഘടനാപരമായ കാര്യത്തെ അതിലംഘിച്ചുകൊണ്ട് RSSന്റെ നോമിനികൾ നടത്തുന്ന കാര്യത്തിനെതിരെ
നടത്തുന്ന പൊളിറ്റിക്കൽ സമരവും ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് ഓർമ്മയുണ്ട് കെ സുധാകരൻ എന്താ പറഞ്ഞെന്നുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പം കേരള സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണം എന്നാവശ്യപ്പെട്ട ആളാണ് കേരളത്തിന്റെ KPCC പ്രസിഡന്റ്. SFIയുടെ പ്രവർത്തകർ ഇതേ PJ കുര്യൻ ഗംഭീരമാണെന്ന് പറഞ്ഞ നടന്ന സമരത്തെ പറ്റിയിട്ട് രാജീവ് ചന്ദ്രശേഖർ പറയാത്ത, കെ സുരേന്ദ്രൻ പറയാത്ത ന്യായം പിറ്റേസം പറഞ്ഞത് VD സതീശനാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ട ചില സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ SFIയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം. ശരിയാണ്, ഈ ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് CPM വലിയ തോതിൽ, CPM അല്ല SFI വലിയ തോതിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സമരം KSU നടത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അനാവശ്യ കാര്യത്തിലാണ് അവിടെ സമരം നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. ഇതിപ്പോ സംഘപരിവാർ വേഴ്സസ് CPM എന്ന് പറയുന്ന ഒരു നില ആ സമരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ SFI ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും CPMന്റെ പോഷക സംഘടനയല്ല എന്നും പൊതുവിദ്യാഭ്യാസവുമായി ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നയവും നിലപാടും ഉണ്ട് എന്ന് പറയുന്ന SFI ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലും, മഹാരാജാസുമായി ബന്ധപ്പെട്ട പ്രശ്നം വലിയ കൊടികെട്ടിയ കോട്ടയാണല്ലോ, അതിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായ സമയത്ത് എവിടെയെങ്കിലും സമരം, പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടായോ? സംഘപരിവാർ വേഴ്സസ് CPM എന്നല്ല SFI പറയുന്നത്, സംഘപരിവാർ വേഴ്സസ് SFI എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സംഘപരിവാർ വേഴ്സസ് സെക്യുലർ ഇന്ത്യ എന്നുള്ളതാണ് കാര്യം. ആ സമരത്തിൽ, ആ യുദ്ധത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിന് അതിൽ സ്റ്റാൻഡ് ഇല്ല. കോൺഗ്രസിന് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ SFI സമരം നടത്തുന്നത് പോലെ യൂത്ത് കോൺഗ്രസിന് സമരം നടത്താൻ പറ്റാത്തത്. ഈ ചരിത്രപരമായ രാഷ്ട്രീയമായ കാര്യമാണ് പാർട്ടി സെക്രട്ടറി അവിടെ അനുഭാവം അർപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ വരുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ സമരമാണ്. അതിന് CPMന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ഒപ്പം പാർട്ടി സെക്രട്ടറി അടക്കം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പിന്തുണയുള്ള CPMന്റെ കൃത്യമായ ഒരു ചുമതലയുള്ള നിർദ്ദേശങ്ങളുള്ള ഒരു സമരം അവിടെ നടക്കുന്നത് വേണം. അത്തരത്തിൽ പ്രതികരിക്കാൻ തന്നെയുള്ളതാണ് സംഘടനാശേഷി. പക്ഷെ ആ സംഘടനാശേഷി സംഘപരിവാറുമായി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സ്വതന്ത്ര സംഘടന എന്ന നിലയ്ക്ക് SFI ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തുന്നുണ്ടോ? മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പ്രതിഷേധം നടത്തുന്നുണ്ടോ? മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ സമരം നടത്തുന്നുണ്ടോ? അല്ല മാധു, വളരെ പൊളിറ്റിക്കലായ ഒരു വിഷയത്തെ പകുതി പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയും പകുതി അപ്പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ കേരള ഗവൺമെന്റ് എടുക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ SFI സമരത്തിന് വന്നിട്ടില്ല, നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണെങ്കിൽ ശരി. അല്ലാതെ കോട്ടയത്ത് പഴയ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നു, അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പം അതിന്റെ കൂടെ സമരം ചെയ്യാൻ DYFI SFI ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, അതൊരു പൊളിറ്റിക്കൽ സമരമല്ല എന്നുള്ളതാണ്. ഇതിനെ കോൺഗ്രസിന് മുദ്രാവാക്യം ഏറ്റെടുത്ത് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ മുദ്രാവാക്യങ്ങളെ ഉണ്ടാകുന്നില്ല SFIക്കോ DYFIക്കോ എന്നാണ് ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാര് കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ തരത്തിലുണ്ടാകുന്നോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ അത് അനലൈസ് ചെയ്യുന്നില്ല, ചോദ്യങ്ങളായി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് മറുപടി പറയാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു.